നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പമാണ് സംസ്ഥാന CPM-ൽ. ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനത്തിന് ചേർന്ന കമ്മിറ്റികളിൽ, ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ഒക്കെ ഭരണ നേതൃത്വത്തിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഭയങ്കര രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ്, രൂക്ഷമായ വിമർശനങ്ങളാണ് നേതൃത്വത്തിനേക്കുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ കണ്ണൂരിലെ ചന്താരകമായ P. ജയരാജൻ്റെ മകനെതിരെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് രംഗത്ത് വന്ന് പ്രത്യാരോപണങ്ങളുമായി ഇപ്പോൾ ആകെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എങ്ങനെ തോറ്റു എന്നതിന് പകരം ഈ പാർട്ടിയിൽ ഇനി എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും എന്നൊരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് CPM-ൽ മാത്രമല്ല, BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ, കോൺഗ്രസ്സിൽ ഉണ്ട്. പക്ഷെ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ കലാപമാണ് നടക്കുന്നത്. കാരണം അത്രയ്ക്ക് ദയനീയമായ ഒരു തോൽവി അവരുടെ കൂടെ നിൽക്കുന്നുവെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് വിഭാഗങ്ങൾ കൈവിട്ടുപോയി. അപ്പൊ പാർട്ടി കുറെ കാലമായിട്ട് പണിപ്പെട്ടുണ്ടാക്കി അത് പ്രയോജനപ്പെടുമെന്ന് കരുതിയിരുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം കൈവിട്ടുപോയ ഒരു രീതിയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു അനുരണനം പാർട്ടിയിൽ ഇപ്പോൾ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ, ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ നടക്കുകയാണ്. ഇവിടെ സംസ്ഥാന കമ്മിറ്റി നടന്നു. 5 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും 5 ദിവസം നീണ്ടുനിന്നു. അത് കഴിഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റികൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെയും പിണറായി വിജയനെതിരെ, ശൈലിക്കെതിരെയും ഒക്കെ രൂക്ഷമായ വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും നടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്തരം വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും കൊണ്ട് കേരള സർക്കാരിന്റെ പ്രവർത്തന ശൈലിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന ശൈലിക്കോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന ഒരു അശാഭമായ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ ഈ ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ വെറും ആരോപണങ്ങളല്ല. കാരണം ജയരാജനെ ഒരു മഹത്വവൽക്കരിക്കപ്പെട്ട നേതാവായി വാഴ്ത്തിപ്പാടിക്കൊണ്ട് കണ്ണൂർ ലോബിയിൽ ഇപ്പൊ P. ജയരാജനാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തനായിട്ട് ഇപ്പൊ 3 ജയരാജന്മാരും ഉണ്ടെങ്കിൽ തന്നെ P. ജയരാജൻ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. കാര്യം അഴിമതി മുക്തനാണ്. പാർട്ടിയിലെ ഒരു താത്വികമായ രീതിയിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ഒരു പ്രതീക്ഷയാണ് നിലനിന്നത്. പക്ഷെ അതെല്ലാം തകിടം മറിക്കുന്നതാണ് ഇപ്പോൾ ഈ മനു തോമസ് എന്ന് പറയുന്ന പഴയ DYFI നേതാവിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. സൂര്യകിരീടം വീണുടഞ്ഞു. അതെ എന്ന് വേണമെങ്കിൽ പറയാം, സൂര്യകിരീടം. അപ്പൊ അതുപോലെ തന്നെ ജയരാജന്റെ മകനെ കുറിച്ചും, അപ്പൊ മറ്റു നേതാക്കളുടെ മക്കളെല്ലാം വലിയ കോടീശ്വരന്മാരാകുകയും കോർപ്പറേറ്റ് കമ്പനികളിൽ പോയി അവർ ജോലി വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് P. ജയരാജന്റെ മക്കളൊക്കെ ഇവിടെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഹോട്ടലിലൊക്കെ ജോലി ചെയ്ത ഇത്രയും കാലം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചീട്ടുകൊട്ടാരമാണ് ഇപ്പോൾ ഈ P. ജയരാജന്റെ മകനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാം തകർന്നു വീണിരിക്കുന്നത്. അപ്പൊ സ്വർണ്ണക്കടത്ത് നേരത്തെ തന്നെ CPM-നെതിരെ ആരോപണം ഉള്ളതാണ്. അപ്പൊ സ്വർണ്ണക്കടത്തും സ്വർണ്ണ കച്ചവടവും ഒക്കെ ഇപ്പൊ ജയരാജന്റെ മകനെതിരെയും കൂടെ വന്നു. അത് മാത്രമല്ല, കൊട്ടേഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും നിലവിലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ കണ്ണൂർ ലോബിയിൽ തന്നെ ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്കാണ് K. സുധാകരൻ ഈ കോട്ടകത്തുള്ളങ്ങളിലെല്ലാം കീഴടക്കിയത്. അതെ അല്ല, അതാണ് കണ്ണൂരിൽ K. സുധാകരൻ മാത്രമല്ല, BJP പോലും കടന്നു കയറിയിരിക്കുകയാണ്. ധർമ്മടത്ത് പോലും 150, ധർമ്മടം, തലശ്ശേരി, അങ്ങനെയുള്ള CPM-ന്റെ ഒരു കാരണവശാലും തകരില്ലെന്ന് വിചാരിച്ച കോട്ടകളിലേക്കാണ് BJP കടന്നു കയറിയിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് വൻ വിജയം അവിടെ നേടിക്കഴിഞ്ഞു. അപ്പോൾ BJP-യും ഇത് കടന്നു കയറി കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പാർട്ടി ഒരു വൻ പ്രതിരോധത്തിലാണ്. ഇത് എങ്ങനെ അവര് തിരിച്ചു വരാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം തൊട്ട് പിന്നാലെ ഈ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ, ഇത് 2019-ലും ഇത് തന്നെയായിരുന്നു, ഞങ്ങൾക്ക് എന്തായാലും കേരളത്തില് സീറ്റ് ഇത്രയൊന്നും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ അത് കഴിഞ്ഞു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പാറ്റേൺ മാറി പാർട്ടിക്ക് അനുകൂലമായി മാറും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അതിന് കാര്യമായ ഒരു മാറ്റം വരണമെങ്കിൽ പാർട്ടിയിലും ഭരണത്തിലും വളരെ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടാകേണ്ടത്, സമൂലമായ മാറ്റം. ആ സമൂലമായ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ നേരത്തെ ഒരു പല വീഡിയോകളിലും ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മാറേണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വമാണ്. അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്തുകൊണ്ടും വലിയ ഫലം ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, മന്ത്രിമാർക്കൊന്നും റോളില്ല. അല്ല, ഇപ്പൊ ജില്ലാ കമ്മിറ്റികളിൽ വരുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിനെതിരെയും ധനവകുപ്പിനെതിരെയൊക്കെ വല്ലാത്ത പരാതികളാണ് വരുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെ ഏറ്റവും വലിയ ഇന്ന് വരെ ഇത്രയും മോശമായ ഒരു ഭരണം ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിട്ടില്ലെന്നാണ് വിമർശനം ഉയരുന്നത്. മന്ത്രി വീണ ജോർജിന്റെ അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇനിയിപ്പോ 2 വർഷമാണുള്ളത് ഭരണം. ഈ 2 വർഷം കൊണ്ട് ഈ ഭരണത്തിലും ഈ പാർട്ടി സംവിധാനത്തിലും ഒക്കെ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനിടയ്ക്ക് ഭരണം തെരഞ്ഞെടുപ്പ് പരാജയം വന്നപ്പോൾ ഒരു ഭാഗം SNDP ഈഴ വോട്ടുകൾ ചോർന്നു എന്നും പറഞ്ഞാണ് പിന്നെ ഗോവിന്ദൻ മാഷ് സംസ്ഥാന ഗോവിന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നത്. പക്ഷെ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുകൊണ്ട് ആലപ്പുഴയിലെ നേതാക്കൾ തന്നെ ഇന്നലെ സുധാകരനൊക്കെ രംഗത്ത് വന്നു. ഈ സുധാകരൻ മാത്രമല്ല, അവിടുത്തെ MLA സലാമും PP ചിത്തരഞ്ജൻ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിൽ ഈഴവർ മാറി വോട്ട് ചെയ്തുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നാണ്. അപ്പൊ ഇവിടെ തെക്കൻ കേരളത്തിൽ ഈഴവർ മാറി വോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ മലബാറിൽ എന്താണ് സംഭവിച്ചതെന്ന് ആള് ചോദ്യം. അപ്പൊ മലബാറിലവിടെ തീയർക്കിടയിലും വ്യാപകമായി മാറിയിട്ടുണ്ടാവും, ചാവേറുകളാണ്. അതെ, അപ്പൊ അതും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ അത് ആ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ടല്ലോ. അവിടെ പോയി ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ തെക്കൻ കേരളത്തിലുള്ള അത്രയും സ്വാധീനം എന്തായാലും വടക്കൻ കേരളത്തില് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ജി സുധാകരൻ വളരെ ശക്തമായിട്ടാണ് അദ്ദേഹത്തെ ന്യായീകരിച്ചിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി എക്കാലത്തും CPM-നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. തെറ്റുകുറ്റങ്ങൾ അതിപ്പോ ആരെ കുറിച്ചും അദ്ദേഹം പറയും. അതുതന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത്. വെള്ളാപ്പള്ളിക്ക് മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ. രണ്ടാമത് ദേശാഭിമാനിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചപ്പോഴാണ് ആലപ്പുഴയിൽ സുധാകരൻ പ്രതികരിച്ചത്. അതെ അതെ, സുധാകരൻ അവിടെ ആലപ്പുഴയില് മൊത്തത്തില് പാർട്ടിയിൽ നിന്ന് ഒരു വേറിട്ട തരം താഴ്ത്തിയ മാത്രമല്ല, അപ്പൊ വേറിട്ട ഒരു ശബ്ദമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കെതിരെയും അദ്ദേഹത്തിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയൊക്കെ പാർട്ടിക്ക് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, സുധാകരൻ ആദ്യം വെടി പൊട്ടിച്ചതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റികളിൽ മാലപ്പടക്കത്തിന്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ രൂക്ഷമായ വിമർശനമല്ലേ ഗുരുദാസൻ വന്നിട്ട്. ഗുരുദാസൻ പക്ഷേ പിണറായി വിജയനെ വിമർശിക്കുകയല്ല ചെയ്തത്. കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഇപ്പൊ മുകേഷ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മുകേഷിനെ പുറത്തൊന്നും കാണാനില്ലെന്നാണ് പറയുന്നത്. ഒരു പരിപാടിക്കും പുള്ളി വരാറില്ല. പുള്ളി ഏതാണ്ട് ഇപ്പൊ പൂർണ്ണമായിട്ട് ഒതുങ്ങിയ നിലയിലാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അതിനകത്ത് വേറൊരു വസ്തുത എന്ന് പറഞ്ഞാലേ ഈ മുകേഷ് അല്ലെങ്കിൽ പിന്നെ ആരെയാണ് കൊല്ലത്ത് എടുത്തു കാണിക്കുന്നത്? അത് വേറൊരു ചോദ്യം. ഇവര് മുകേഷിനെ കുറ്റം പറയുമ്പോ മുകേഷ് ആരെ എടുത്ത് കാണിക്കില്ല. അത് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ചർച്ചയിൽ നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചാണ്. മുകേഷിനെ പോലൊരു മുഖം എടുത്തു കാണിക്കാൻ അല്ലാതെ വേറൊരു മുഖം കൊല്ലം ജില്ലയില് അല്ലെങ്കിൽ ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ടി വരും മറ്റു ജില്ലകളിൽ. എം സ്വരാജിനെ പോലുള്ളവരെ, സുജാതയെ അങ്ങനെയൊക്കെ പേര് പറഞ്ഞു കേട്ടതാണ്. പക്ഷേ എന്ത് ഫലമായിരിക്കും? അതാണ് തീർച്ചയായിട്ടും. അത് ഇതിന്റെ അപ്പുറത്ത് വേറൊരു ഫലം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പക്ഷേ പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം കുറച്ചുകൂടെ കൂടിയ 2 ലക്ഷം കവിഞ്ഞാന് അതാണ് സംഭവിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പൊ നടക്കുന്ന ഈ ഒരു പോരാട്ടം കാരണം കേന്ദ്ര കമ്മിറ്റി യോഗം കഴിയുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിലും ഭരണ നേതൃത്വത്തിലും പാർട്ടിയുടെ പിടി മുറുകുമോ? പാർട്ടി പിടിമുറുക്കണമെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ദേശീയ അവരുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രകടമാകാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അല്ല, ഇതിനിടയ്ക്ക് ഈ പല CPI നേതാക്കളായാലും മൊത്തത്തിൽ കുറ്റം പറയുമ്പോൾ പോലും പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ച് എല്ലാ പഴിയും പിണറായി വിജയന്റെ തലയിലെടുത്ത് വെക്കേണ്ടതില്ല, കൂട്ടുത്തരവാദിത്തമാണെന്ന് പറയുന്നത് എന്ന് ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു കണ്ണൂര് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. അത് അദ്ദേഹം ആ പഴയ ശൈലി വിട്ടിട്ട് ഒരു പുതിയ ശൈലിയിലേക്ക്, അതായത് രൂക്ഷമായ ഒരു ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ AIYF-ന്റെ ഒരു വിമർശനം ഇന്ന് വന്നിട്ടുണ്ട്. അത് ശരിക്കും പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. കാരണം
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് അതിക്രമവും ഡിവൈഎഫ്ഐയുടെ അതിക്രമമാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റേ രക്ഷാപ്രവർത്തനം ഇതൊക്കെ തോൽവിയെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നാണ് AIYFന്റെ നവകേരള സദസ്സിൽ ഉണ്ടായ ഒരു രക്ഷാപ്രവർത്തനം അതല്ല. ഇതിനിടയ്ക്ക് സീതിവാരം പറഞ്ഞിരിക്കുന്നത് ഈ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇങ്ങനെ മന്ത്രിമാരെ എല്ലാം ഒരു വണ്ടിക്കകത്ത് രാജാവിനെ പോലെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ്. അല്ല, അത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് 100% വ്യക്തമായതല്ലേ. കാരണം ആ ഒരു നവകേരള സദസ്സ് ഇത്രയും പണം ദൂർത്തടിച്ചുകൊണ്ട് നടത്തിയപ്പോൾ അതിന്റെ യാതൊരു ഇമ്പാക്റ്റും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അല്ല, ഇതിനിടയ്ക്കാണ് ശൈലജ ടീച്ചറുടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു വാർത്തയുമായി നമ്മുടെ P. ജയരാജൻ രംഗത്ത് വന്നു. അപ്പൊ അതിപ്പോ അടുത്തൊരു മുഖ്യമന്ത്രി ആയാൽ ആരെങ്കിലും അത് എനിക്ക് തോന്നുന്നത് P. ജയരാജൻ ശൈലജയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ വിവാദം ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ. അപ്പൊ P. ജയരാജനെതിരായ ഇപ്പോഴത്തെ വിവാദത്തില് പിണറായി വിജയന്റെ കൈ ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അതെ, എങ്കിലും പിന്നെ പിണറായി വിജയന് ബദലായിട്ടൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെ വെട്ടാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മാത്രമല്ല ഇപ്പൊ പിണറായി വിജയൻ ഇൻ കേസിൽ മാറുന്നൊരു രീതി ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതെ ഈ ശൈലജ ടീച്ചർ ആയിരിക്കുമോ അതോ MP ഗോവിന്ദനായിരിക്കും? അതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ PB അംഗം എന്ന നിലയിൽ ഗോവിന്ദനായിരിക്കും. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത്. കാര്യം ഈ പിണറായി വിജയൻ 5 വർഷവും പൂർത്തിയാക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം അങ്ങനെ ഒരു പ്രകടമായ അല്ലെങ്കിൽ കാതലായ ഒരു മാറ്റമൊന്നും ഈ സർക്കാരിന്റെ ഭാഗത്ത് പിണറായി വിജയനെ മാറ്റിക്കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. K. കരുണാകരന്റെ നേതൃത്വത്തിൽ മാറ്റിയണക്ക് ഒരു മാറ്റം കോൺഗ്രസ് അല്ലല്ലോ CPM. അങ്ങനെ ഒരു മാറ്റം ഒരിക്കലും CPM അതാ പറഞ്ഞത്. കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസില് കുറെ കൂടി പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലും ജനാധിപത്യവും ഒക്കെ കൂടുതലാണ്. പക്ഷെ അതേപോലെ അല്ലല്ലോ CPM എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ ആന്തരികമായിട്ടാണ് അവരുടെ പല ചർച്ചകളും നടക്കുന്നത്. പുറമേ ഒന്നും കാണത്തില്ലെങ്കിലും. പക്ഷെ അത് എത്രത്തോളം പ്രകടമായി പിണറായി വിജയനെ എന്തായാലും മാറ്റിക്കൊണ്ടൊരു മാറ്റത്തിന് കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതിൽ നമുക്ക് ഒരു കാരണം അങ്ങനെ ചിന്തിക്കാനില്ല. അല്ല, ഇനിയിപ്പോ കേന്ദ്ര കമ്മിറ്റി തീരുമാനം വരുന്നു, അത് സംസ്ഥാന കമ്മിറ്റി വരുന്നു, സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി, അവസാനം ബ്രാഞ്ച് കമ്മിറ്റി വരുമ്പോഴത്തേന് ഒരുപാട് വെള്ളം ഒഴുകി പോകും. അപ്പോഴത്തേക്ക് സമയം കഴിയും, അടുത്ത തെരഞ്ഞെടുപ്പ് വരും, വേറെ വിഷയങ്ങൾ വരും, അപ്പൊ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ പിന്നെ അതിനെ നേരിടാൻ എങ്ങനെ ആകും? അപ്പൊ അതിന് എന്തായാലും ഇവിടെ ഈ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നേതൃതലത്തിലല്ല, അല്ലാതെ പാർട്ടിയുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ. അതായത് ഉദാഹരണത്തിന് ഇപ്പം മുസ്ലിം സമുദായത്തെ വഴിവിട്ട് പ്രീണിപ്പിക്കുന്ന ആ ഒരു രീതി, അതിന് ചിലപ്പോ ഒരു ചെറിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത. മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതെ അതെ, CPM അതെ, ലീഗിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതിനെതിരെ പിന്നെ ലീഗ് ഇന്നിപ്പോ ചന്ദ്രികാ പത്രത്തില് ഇന്നലെ മുഖപ്രസംഗം എഴുതിയെന്ന് പറഞ്ഞ വാർത്തയുണ്ട്. CPM-നെ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ട്. അപ്പോ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. അല്ല, അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവർക്ക് നഷ്ടപ്പെട്ടത് ഈഴവ വോട്ടുകൾ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുകയും ചെയ്തു. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ക്രൈസ്തവ വിഭാഗത്തിലെ കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ വോട്ട് നഷ്ടപ്പെട്ട ഈ വിഭാഗങ്ങളെ എങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത്, അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും ഒരുപക്ഷെ ഇവര് ആലോചിക്കുന്നത്. നേതൃതലത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മന്ത്രിസഭയിലും കാര്യമായ ഒരു അഴിച്ചുപണിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കേളു വന്നപ്പോ അദ്ദേഹത്തിന് പട്ടികവർഗ വകുപ്പ് മാത്രമാണ് കൊടുത്തത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒരു അഴിച്ചുപണി ചെയ്യാമായിരുന്നു. മറ്റേതെങ്കിലും മന്ത്രിമാരെ ആ സമയത്ത് മാറ്റി അതിനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യിക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം എന്തായാലും നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഈ പറയുന്ന കണക്ക് നഷ്ടപ്പെട്ട വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവർ നോക്കുമായിരിക്കും. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇപ്പൊ CPM-ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈയൊഴിഞ്ഞുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അത് പിന്നെ കുറച്ച് മാറ്റമെങ്കിലും അവർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. കാരണം കേരളത്തില് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് കേരളത്തില് CPM-നായിരിക്കും RSS-നെ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തി എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ആണ് അവിടെ മുന്നിൽ വേണ്ട എന്നുള്ള ആ രീതിയിൽ ചിന്തിക്കുന്നതാണ് മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
അവരുടെ ചിന്താഗതി കുറച്ച് മാറ്റം ഈ CPM ചിലപ്പോൾ അനുകൂലമായിട്ട് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ ഈഴവ വിഭാഗത്തിൽ നിന്നും നല്ല ഒരു മാറ്റം ചിലപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ തോണ്ടാനായിട്ട് ഗോവിന്ദൻ മാഷ് ഇറങ്ങി. അതെ, നേതൃത്വം പിടിച്ചെടുക്കുക എന്നും പറഞ്ഞ് അല്ല, BJPക്ക് ഇല്ല നേട്ടം, BJPക്കാണ് നേട്ടം. അത് BJP അത് മാത്രമല്ല, BJP ഇപ്പം വെള്ളാപ്പള്ളിയെ സംരക്ഷകരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, വെള്ളാപ്പള്ളിയുടെ സംരക്ഷകരായിട്ട് BJP വന്നതോടുകൂടി ഇപ്പൊ CPM BJP തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആയി. അപ്പൊ അതുകൊണ്ട് CPM കൂടുതൽ മുന്നോട്ട് വെള്ളാപ്പള്ളി ആക്രമിക്കാനും SNDP ആക്രമിക്കാനും കൂടുതൽ മുന്നോട്ട് പോവോ എന്ന് നമുക്ക് സംശയമുണ്ട്. CPM-നായിരിക്കും തീർച്ചയായിട്ടും തിരിച്ചടി നേരിടുന്നത്. കാരണം ഇപ്പോൾ വല്ലാത്തൊരു തിരിച്ചടി ആ സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിട്ട സ്ഥിതിക്ക് ഇനി കൂടുതൽ ആക്രമിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കാലവുമല്ല. അതെ അതെ, ആൾക്കാർ ഒരുപാട് മാറി ചിന്തിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ ഭരണത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന യാതൊന്നുമില്ല. എല്ലാം നെഗറ്റീവുകളല്ലാതെ എന്തെങ്കിലും പോസിറ്റീവ് പറയാനായിട്ട് എടുത്തു കാണിക്കാൻ ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ഈ ഓരോ ദിവസവും നമ്മുടെ ജീവിത ഭാരം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഏത് രംഗം എടുത്താലും മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ്. ഈ വിലക്കയറ്റം മാത്രമല്ല, ഇപ്പൊ ടാക്സ് ആയാലും വൈദ്യുതി ചാർജ് ആയാലും വെള്ളക്കരം ആയാലും, ഇങ്ങനെ ഏത് മേഖല എടുത്താലും മനുഷ്യന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത, സാധാരണക്കാരന് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതിനെന്ത് മാറ്റം വരുത്താൻ ഈ സർക്കാരിന് കഴിയും? അതാണ് കാതലായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവി കുമാരനാശാൻ പാടിയത് ഇനി CPM-നെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.